ബൈ എഡ്യൂക്കേഷൻ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലായിരുന്നു. എല്ലാവർക്കും പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം പറയുന്നു എന്നേ ഉള്ളൂ. മേക്കപ്പിനെ കുറിച്ച് ഏറ്റവും വലിയ തെറ്റുകാരം മേക്കപ്പ് ഇട്ടാൽ നമ്മളുടെ സ്കിന്നിനെ ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ചില ഇൻഫ്ലുവൻസേഴ്സ് എടുത്തിരിക്കുന്ന റെഫറൻസും കൊണ്ടുവരും. സ്കിന്നിന് റെസ്റ്റ് കൊടുക്കുക. മേക്കപ്പിന് ഓഫ് കോഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തത് സോഷ്യൽ മീഡിയ ആണ്. ഹലോ വികാസേട്ടാ. വികാസേട്ടനെ കാണുമ്പോൾ എപ്പോഴും എനിക്ക് ഫസ്റ്റ് ചോദിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. വാട്ട് ഇൻസ്പയർഡ് യു ടു ബിക്കം എ മേക്കപ്പ് ആർട്ടിസ്റ്റ്? അതായത് ഈ ഒരു പ്രൊഫഷനിലേക്ക് എങ്ങനെ എത്തി? ബൈ എഡ്യൂക്കേഷൻ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലായിരുന്നു. ബൈ പാഷൻ ആണ് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയത്. അതിന് എന്നെ ഏറ്റവും കൂടുതലും അത് മോട്ടിവേറ്റ് ചെയ്തത് ഓരോ മേക്കപ്പ് കഴിയുമ്പോഴും ഓരോരുത്തരുടെ മുഖത്തൊരു സന്തോഷം കാണാൻ പറ്റും. ആ ഒരു സന്തോഷമാണ് എന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തതും. ഞാൻ ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയി ആ ഓരോ ചിരികള്. എപ്പോഴും എല്ലാരും ചോദിക്കുന്ന ഒരു ഡൗട്ട്, ഫ്രീക്വന്റ്ലി ആസ്കിങ് ലൈക്ക് ചോദിക്കുന്ന ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? മിക്കവാറും ഉള്ള ഓരോ ഡൗട്ട് എന്ന് പറയുന്നത് മേക്കപ്പിന് എത്ര സമയം പിടിക്കും, പിന്നെ മേക്കപ്പ് ബുക്ക് ചെയ്യണമെങ്കിൽ എത്ര നാൾ മുമ്പ് ബുക്ക് ചെയ്യണം, അതുപോലെ തന്നെ സ്കിന്ന് കെയർ ചെയ്യാനായിട്ട് എത്ര നാൾ മുമ്പ്. ഇപ്പൊ ഒരു പെൺകുട്ടി വെഡിങ്ങിന് വേണ്ടിയാണ് റെഡി ആവുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയാണ് റെഡി ആവുന്നെങ്കിൽ എത്ര നാൾ മുമ്പ് ദേ ഹാവ് ടു ഗെറ്റ് റെഡി ഫോർ ദ മേക്കപ്പ് ആൻഡ് സ്കിൻ ട്രീറ്റ്മെന്റ്. അങ്ങനത്തെ കുറെ ഡൗട്ട്സ് ഫ്രീക്വന്റ്ലി ആൾക്കാർ ചോദിക്കുന്നതാണ്. ജാസേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇത്രയും വർഷത്തെ ഒരു ജേർണിന്ന് ആൾക്കാർ കൂടുതൽ ഇതൊരു മിസ്റ്റേക്ക് ആണ്, അല്ലെങ്കിൽ യൂഷ്വലി പീപ്പിൾ ഡസ് ദിസ് ആസ് എ മിസ്റ്റേക്ക് എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം? അതുണ്ട്. ദ റീസൺ ഈസ് നമ്മൾ പല കുട്ടികൾക്കും മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ്, ഞാൻ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ചേട്ടാ എനിക്ക് കണ്ണ് വരയ്ക്കല്ലേ, എനിക്ക് കണ്ണ് വരച്ചാൽ എനിക്ക് സ്യൂട്ട് അല്ല എന്ന് പറയും. അതേ കണക്ക് തന്നെ ഞാൻ ചില ലിപ്സ്റ്റിക്സ് ഇടുമ്പോൾ ചേട്ടാ എനിക്ക് ന്യൂഡ് ലിപ്സ്റ്റിക് ഡസൻ സ്യൂട്ട്സ് മീ എന്ന് പറയും. ഇത് രണ്ടും മേക്കപ്പ് എന്താ ഇവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇവര് ചെയ്യുമ്പോൾ കണ്ണ് വരയ്ക്കാത്തത് ആയിരിക്കാം നല്ലത്, അല്ലെങ്കിൽ ഡാർക്ക് ലിപ്സ്റ്റിക് ആയിരിക്കും നല്ലത്. പക്ഷെ മേക്കപ്പ് ആർട്ടിസ്റ്റ് മേക്കപ്പ് ചെയ്യുമ്പോ വിത്തൗട്ട് മേക്കപ്പ് അല്ലല്ലോ. അപ്പൊ ഇപ്പൊ മേക്കപ്പ് ഇട്ടിട്ട് കണ്ണ് വരയ്ക്കുമ്പോൾ മൈറ്റ് ബി ഇറ്റ് ഈസ് ഗുഡ്, മേക്കപ്പ് ഇട്ടിട്ട് ന്യൂഡ് ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഇറ്റ് മൈറ്റ് ബി ഗുഡ്. അപ്പൊ മിക്കവരും മേക്കപ്പിന് മുമ്പ് തന്നെ ഇതെല്ലാം നോ പറയും. അങ്ങനല്ല, നമ്മൾ മേക്കപ്പ് ഇട്ടതിന് ശേഷം നിങ്ങൾ തന്നെ അത് എല്ലാം, ഇപ്പൊ ഒരു മേക്കപ്പ് ഇടിട്ട് കഴിഞ്ഞ് കോസ്റ്റ്യൂം ചെയ്ത് ഹെയർ ചെയ്ത് ജുവലറി എല്ലാം ചെയ്തതിന് ശേഷം വേണം നമ്മൾ മേക്കപ്പിന് ഇവാലുവേറ്റ് ചെയ്യാൻ. ഇത് ഞാൻ എല്ലാവർക്കും പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം ഇന്നിപ്പം ഞാൻ മാതൃഭൂമി ഗൃഹലക്ഷ്മി കൂടെ പറയുന്നു എന്നേ ഉള്ളൂ. എപ്പോഴും വികാസേട്ടൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ബ്രാൻഡ്സോ പ്രോഡക്ട്സോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ അങ്ങനെ എന്തെങ്കിലും സ്പെസിഫൈ ആയിട്ടുണ്ടോ? എനിക്ക് പേഴ്സണലി ബോബി ബ്രൗൺ എന്ന് പറയുന്ന ബ്രാൻഡിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് അതിനെക്കാട്ടിയും നല്ല ബ്രാൻഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ബോബി ബ്രൗൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ്. ദ റീസൺ ഈസ് നമ്മുടെ ഇന്ത്യൻ എക്സ്പെഷ്യലി കേരള ക്ലൈമറ്റിന് ബോബി ബ്രൗൺ ഒരുപാട് സ്കിൻ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു കോമൺ വർക്കിംഗ് വിമൻ ഒക്കെ ആണെങ്കിൽ നമ്മളുടെ സ്കിൻ ടോൺ എങ്ങനെ, നമ്മൾ ലിപ് ഷെയ്ഡ്സ് ഈസി വേ ടു ഫൈൻഡ് ദ ലിപ് ഷെയ്ഡ്സ് എന്തായിരിക്കും? ഒരു ടിപ്പ് പറഞ്ഞുതരാൻ പറഞ്ഞാൽ. ഈസി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈസി വേണ്ട ഒരു ലിപ്സ്റ്റിക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഇപ്പം ഡാർക്ക്, ന്യൂഡ്, പർപ്പിൾ, ഇതൊക്കെയാണ് പെട്ടെന്ന് ഓരോരുത്തർക്ക് ഐഡന്റിഫൈ ചെയ്യുന്നത്. നമ്മളിപ്പം ഒരു ലൈറ്റ് ഷെയ്ഡ്സ് ഓഫ് കോസ്റ്റ്യൂംസ് ഒക്കെ ഇടുവാണെങ്കിൽ പർപ്പിൾ കളേഴ്സ്, പിങ്ക് കളേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് നമുക്ക് മാച്ച് ആവും. അതേസമയം ഇപ്പൊ നിങ്ങളൊരു കുറച്ചും കൂടി ഒരു ഡ്രമാറ്റിക് ലുക്കിലോട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഈ ഡാർക്കർ ഷെയ്ഡിലോട്ട് പോകാം. അപ്പൊ അതൊക്കെയാണ് ഞാൻ ലിപ്സ്റ്റിക്സിൽ നോക്കുന്നത്. സോ എവറി ഡേ വർക്കിംഗ് വിമൻ അല്ലെങ്കിൽ നമ്മൾ ഓഫീസ് കോളേജസ് അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്കൊരു നോർമൽ മേക്കപ്പ് ലുക്ക് അല്ലെങ്കിൽ കുറച്ചൊന്നും ഫ്രഷ് ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രോഡക്ട്സ് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിന്റെ ഒരു ടിപ്പ്? നമ്മൾ ഏറ്റവും കൂടുതൽ കൺസേൺ ചെയ്ത് വെക്കേണ്ടത് പ്രൈമേഴ്സ് ആണ്. നമ്മുടെ സ്കിന്നിന് മോയ്സ്ചറൈസർ എന്ന് പറയുന്നതിന്റെ ഒരു മേക്കപ്പ് വേർഡ് തന്നെയാണ് ഈ പറയുന്ന പ്രൈമേഴ്സ്. അപ്പൊ പ്രൈമേഴ്സ് ഇപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൈമേഴ്സ് ഉണ്ട്. ഇപ്പൊ നമുക്കൊരു മാറ്റ് ഫിനിഷ് പ്രൈമേഴ്സ് നമുക്ക് കിട്ടും. ഇപ്പൊ ഓയിലി സ്കിന്നിനാണെങ്കിൽ ഓയിൽ കൺട്രോളിങ് പ്രൈമേഴ്സ് വരും. അപ്പൊ നമ്മൾ ഈ ഒരു മാക്സിമം ഒരു 5 പ്രോഡക്ട്സിൽ നമ്മൾ പ്രൈമേഴ്സിനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിനെ മനസ്സിലാക്കി വാങ്ങുക. അപ്പൊ ഒരെണ്ണം പ്രൈമർ, വി ഷുഡ് ഹാവ് എ ഗുഡ് കൺസീലർ. എല്ലാവരുടെയും കണ്ണിനടിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ കുറച്ചൊരു ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കാണും. അപ്പൊ അതൊക്കെ ഒന്ന് കൺസീൽ ചെയ്യാനാണ് നമ്മൾ കൺസീലറിനെ യൂസ് ചെയ്യണം. സോ 1 വിൽ ബി ദ പ്രൈമർ, ദെൻ 2nd വിൽ ബി ദ കൺസീലർ, 3rd വി ഷുഡ് ഹാവ് എ വെരി ഗുഡ്
ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷൻ വാങ്ങാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്നിപ്പോ ഓൺലൈനിലാണെങ്കിലും ഷെയ്ഡ്സ് എല്ലാം ഭയങ്കരമായിട്ട് അവര് ഷോ ചെയ്യുന്നുണ്ട് എല്ലാവരും. അപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ നല്ലൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു നല്ലൊരു എക്സിക്യൂട്ടീവ് പേഴ്സൺ ഉണ്ടാവും. അപ്പൊ അവരെ കൊണ്ടിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ ട്രയൽ ചെയ്ത് എടുക്കുകയാണെങ്കിൽ ദ ബെസ്റ്റ് തിങ് വി വിൽ ഗെറ്റ് ഇറ്റ്. അപ്പൊ നമ്മൾ ഫൗണ്ടേഷൻ എത്തി. അടുത്തത് കോമ്പാക്ട് കൺസീലർ എടുക്കുമ്പോൾ തന്നെ അതിന്റെ കൂടെ തന്നെ സ്കിൻ ടോൺ ചെക്ക് ചെയ്ത് കോമ്പാക്ട് എടുക്കാം. പിന്നെ ഒരു ലിപ്സ്റ്റിക്. ഇത് ഇത്രയും ഉണ്ടെങ്കിൽ ഒരു വർക്കിംഗ് വുമൺ അല്ലെങ്കിൽ സ്കൂൾ ഗോയിങ് ഗേൾസ്, കോളേജ് ഗോയിങ് ഗേൾസിനൊക്കെ ഇതുകൊണ്ട് തന്നെ പോവാം. ഇപ്പം ബ്ലഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലിപ്സ്റ്റിക് കൊണ്ട് തന്നെ നമ്മള് പിള്ളേര് ബ്ലഷ് ഇടാം, ഐ ഷാഡോ ഇടാം. പിന്നെ ഐലൈനറിന് ഞാൻ മറന്നൊന്നല്ല, ഇപ്പൊ 5 പറഞ്ഞപ്പോ ഐലൈനറൊക്കെ പിന്നെ എല്ലാവരുടെയും കയ്യിലുണ്ട് എന്റെ വീട്ടിലുള്ള കാര്യം. എല്ലാരോടും പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്കിൻ കെയർ ടിപ്പ് അല്ലെങ്കിൽ സ്കിൻ കെയർ അഡ്വൈസ് എന്താണ്? ഞാൻ എപ്പോഴും പറയുന്നത് പ്രോപ്പർ സ്ലീപ്പ്, ഡ്രിങ്ക് മോർ, ഹൈഡ്രേറ്റ് ചെയ്യണം നമ്മുടെ സ്കിന്നിന്. അപ്പൊ അതിന് കുറച്ച് മസാജ് ഒക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ ഇപ്പൊ വീട്ടിൽ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വെച്ചിട്ട് നല്ല ഒരു മാസ്കോ പീലിങ്ങോ ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും. ഇതൊക്കെയാണ് സ്കിൻ കെയറിന് പറയുന്നത്. പിന്നെ നല്ല സ്കിൻ കെയറിന് തന്നെ നമ്മൾ അവോയ്ഡ് സോപ്സ് ആൻഡ് യൂസ് ഫേസ് വാഷസ്. അത് നമ്മളെ സ്കിന്നിനെ ഒരുപാട് ബൂസ്റ്റ് ചെയ്യും. നല്ല പ്രോപ്പർ ഫേസ് വാഷുകൾ, അതിനുശേഷം നല്ല മോയ്സ്ചറൈസർ ഒക്കെ കൊടുത്ത് സ്കിന്നിനെ എപ്പോഴും കെയർ ചെയ്യും. ഇപ്പം ഹോം റെമഡീസ് ആയിട്ടും ചെയ്യാം, പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയർ ക്രീംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടും ചെയ്യാം. ഏത് ഏജ് തൊട്ടാണ് നമുക്ക് മേക്കപ്പ് ചെയ്ത് തുടങ്ങാൻ പറ്റുന്നത്? ഒരു 12 മുതലാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് മേക്കപ്പ്. ഞാൻ ഇപ്പൊ എനിക്ക് പേഴ്സണലി പലയിടത്തും നമ്മൾ ചെല്ലുമ്പോൾ കൊച്ചു കുട്ടികൾ ഇന്ന് മേക്കപ്പ് ഇട്ട് തരുമെന്ന് പറയും. അപ്പൊ അതിനൊരു നമ്മളൊരു കോമ്പാക്ട് ഇട്ടും കണ്ണെഴുതും, അത്രയൊക്കെ ഉള്ളു. അല്ലാതെ പ്രോപ്പർ മേക്കപ്പിലോട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു 12 to ആണ്. ഇപ്പൊ എനിക്കൊരു കുട്ടിയുണ്ട്. അപ്പൊ ഞാൻ എന്റെ വൈഫിന്റെ അടുത്ത് പറയുന്നത് പോലും ഞാൻ ഇവിടെ ഒരു 12 വയസ്സാകുമ്പോ നമുക്ക് മേക്കപ്പ് ചെയ്യാന്നുള്ളത്. അടിപൊളി. അതുപോലെ നമ്മുടെ ഈ മേക്കപ്പ് ചെയ്ത് അതൊരു കുറെ നേരം ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ടിപ്പ് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ലോങ് ലാസ്റ്റിംഗ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ നമ്മൾ അവരവർ തന്നെ നോക്കണം, മേക്കപ്പിനെ ഡാമേജ് ആക്കാതെ. പിന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഫിക്സേഴ്സ് ഉണ്ട്, മേക്കപ്പ് ഫിക്സിങ്ങുകളുണ്ട്. അപ്പൊ മേക്കപ്പ് ഫിക്സിങ് പ്രോപ്പർ ആയിട്ട് നമ്മൾ അടിക്കുക എന്നുള്ളതാണ്. ഒരു ഹെവി മേക്കപ്പിന് ശേഷം നമ്മൾ ഫോളോ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നല്ലതായിട്ട് സ്കിന്നിന് ഒന്ന് സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യുക, സ്കിന്നിന് റെസ്റ്റ് കൊടുക്കുക. ഇപ്പൊ ഒരു ഹെവി മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് സ്കിന്നിന് റെസ്റ്റ് കൊടുക്കേണ്ടത് അത് നിങ്ങളുടെ ഫ്യൂച്ചർ ആവശ്യമാണ്. അപ്പൊ ഇപ്പൊ ചിലരുണ്ട്, ഇപ്പൊ ആർട്ടിസ്റ്റ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഡെയിലി മേക്കപ്പ് ചെയ്യണം. അപ്പോഴായിരുന്നാലും പ്രോപ്പർ ആയിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്തിട്ടേ നമ്മൾ ഉറങ്ങാവും. അപ്പൊ ചില ആൾക്കാർ മേക്കപ്പിന്റെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതിങ്ങനെ എടുക്കുക. അങ്ങനെയല്ല, അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് തന്നെ എല്ലാം റിമൂവ് ചെയ്ത് സ്കിന്നിനെ ഫ്രീ ആക്കി തന്നെ നിങ്ങൾ അടുത്ത കാര്യത്തിലോട്ട് പോവുക. പുതിയതായിട്ട് വന്ന എന്തെങ്കിലും ഒരു ബ്രാൻഡോ പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു ഇന്നോവേഷനോ മേക്കപ്പിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് വികാസായിട്ടിന് തോന്നിയ എന്തെങ്കിലും ഒരു സാധനമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മേക്കപ്പിനെ ഓഫ് കോഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തത് സോഷ്യൽ മീഡിയ ആണ്. കാര്യം സോഷ്യൽ മീഡിയ ഇപ്പം വന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഷോപ്പിങ്ങിനായിരുന്നാലും റെഫറൻസ് എടുക്കാനായിരുന്നാലും ഇപ്പൊ നമ്മളിപ്പം എന്റെ മുന്നിൽ വരുന്ന ഓരോ കുട്ടികൾക്കും ദേ ആർ സോ മച്ച്, അവര് തന്നെ ഒരു റിസർച്ച് ചെയ്തിട്ടാണ് ഓരോന്നും വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളാണ്. നമുക്ക് തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റിവിറ്റി ചെയ്യാൻ പറ്റും. ഇപ്പൊ ലോകത്തിന് അങ്ങ് US ഇരിക്കുന്നവരെ റെഫറൻസ് പോലെ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ കണ്ട ഏറ്റവും വലിയ ഒരു റെവല്യൂഷൻ ഇൻ മേക്കപ്പ് ഈസ് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണ്. പിന്നെ യൂട്യൂബ് ആയിരുന്നാലും നമുക്ക് ഷോപ്പിങ്ങിനായിരുന്നാലും എവറിത്തിങ് കംസ് ഇൻ സോഷ്യൽ മീഡിയ, ഓൺലൈൻ മീഡിയ. ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞോട്ട് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുകയാണ്. അതായത് ഇപ്പം ഒരുപാട് മേക്കപ്പ് ഇൻഫ്ലുവൻസേഴ്സ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വരുന്നുണ്ട്. സോ ഇവരുടെ ഈ ഒരു വരവ് എങ്ങനെയാണ് വികാസേട്ടൻ നോക്കിക്കാണുന്നത്? ലൈക്ക് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അതോ അവര് മിസ്ലീഡ് ചെയ്യുന്നുണ്ടോ? രണ്ടും ഉണ്ട്. കാര്യം ചില കുട്ടികള് ചില ഇൻഫ്ലുവൻസേഴ്സ് എടുത്തിരിക്കുന്ന റെഫറൻസും കൊണ്ടുവരും. അവര് കുറെ മേക്കപ്പ് ചിലപ്പം അവര് മേക്കപ്പിന്റെ ഐഡിയാസ് പറഞ്ഞു കൊടുക്കും. ബട്ട് ദ പ്രോബ്ലം ഈസ് ഇപ്പം നമുക്കിപ്പോ കേരളത്തിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇൻഫ്ലുവൻസർ ആണ്, ബ്യൂട്ടി ഇൻഫ്ലുവൻസർ ആണ് അമർന തോമസ്. അപ്പൊ അമർന തോമസിന്റെ സ്കിൻ ടോണിലുള്ളതാണ് അമർന തോമസ് കൂടുതലും പറയുന്നത്. ഇത് വേറൊരു സ്കിൻ ടോണിലുള്ള ഒരു കുട്ടി അതേ കണക്ക് തന്നെ അഡോപ്റ്റ് ചെയ്യണമെന്ന് പറയുന്നിടത്താണ് മിസ്റ്റേക്ക് വരുന്നത്. അതേസമയം അതിൽ നിന്നും
ഉള്ള കണ്ടന്റ്സ് എടുത്തിട്ട് അത് മാറ്റാൻ തയ്യാറാവണം. അവിടെയാണ് ഈ രണ്ട് പ്ലസ് പോയിന്റും മൈനസ് പോയിന്റും വരുന്നത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ഒരുപാട് തോന്നിയിട്ടുണ്ട്. അതുപോലെ മേക്കപ്പിനെ കുറിച്ച് ആൾക്കാർക്ക് പൊതുവേ ഉള്ള ഒരു തെറ്റിദ്ധാരണ എന്താണെന്നാണ് വികാസായിട്ട് തോന്നിയിട്ടുള്ളത്? മേക്കപ്പിനെ കുറിച്ച് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ മേക്കപ്പ് ഇട്ടാൽ ഭയങ്കരമായിട്ട് ആള് മാറും എന്നുള്ളതാണ് ഓരോരുത്തരുടെ കോൺസെപ്റ്റ്. അതിന് പോസിറ്റീവായിട്ടും ചിലർ ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് നല്ലതാവും ചിലർ പോസിറ്റീവായിട്ട് എടുക്കും. ചിലർ അയ്യോ ഞാൻ മേക്കപ്പ് ഇടുമ്പോൾ എന്നെ അങ്ങ് കണ്ടാ തിരിച്ചറിയാൻ പറ്റാത്ത ഒരാളാവും. ഇത് രണ്ടാമത്തെ. അപ്പൊ ഈ രണ്ടും പറയുന്നത് ഒരാണെങ്കിലും അതിന്റെ മൂഡ് രണ്ടും രണ്ടാണ്. അപ്പൊ അതിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എടുക്കാം. പക്ഷേ മേക്കപ്പ് ഇന്നത്തെ കാലത്തെ മേക്കപ്പ്, ഇന്നത്തെ കാലത്തല്ല, ഞാൻ എന്നും ഫോളോ ചെയ്ത മേക്കപ്പ് ഒരിക്കലും ആളെ മാറ്റാതെ നമ്മുടെ ബ്യൂട്ടീനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു മേക്കപ്പാണ് ഞാൻ എൻ്റെ കരിയർ തുടങ്ങിയും ഇന്നും ഇനി ഞാൻ ഫ്യൂച്ചറിലും ഡിപ്പെൻഡ് ചെയ്യുന്നത്. എല്ലാവരുടെയും കയ്യിൽ വേണ്ട ഒരു 3 സ്കിൻ കെയർ പ്രൊഡക്റ്റ് പറഞ്ഞ ഏതൊക്കെയായിരിക്കും വികാസേട്ടാ പറയാ? നല്ലൊരു ഫേസ് വാഷ് വേണം, മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ. ഇത് മൂന്നുമാണ്. അതുപോലെ ഈ സെറം യൂസസ് ഇപ്പൊ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അതിനെ പറ്റിട്ട് എന്താ? ഈ സെറം യൂസിങ്ങിൻ്റെതാണ് മോയ്സ്ചറൈസറിൽ തന്നെ, അതായത് നമ്മുടെ പ്രൈമറിൽ തന്നെ മോയ്സ്ചറൈസറിൽ തന്നെ വരുന്നുണ്ട് ഈ സെറംസ്. അപ്പൊ ഇപ്പം അങ്ങനെ വരുമ്പോ ഈ 3 എന്ന് പറയുന്നത് 4ാം സ്റ്റെപ്പായിട്ട് ആക്കാം. സിറംസ് നമ്മൾ യൂസ് ചെയ്യുമ്പം നമ്മുടെ ക്രീമുകൾക്ക് കൂടുതലായിട്ട് സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സിറം. സ്ത്രീകൾക്കൊക്കെ എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ് ഈ കാജൽ കണ്ണിന് ചുറ്റും പരക്കുന്നത്. അതിനെന്തെങ്കിലും ലൈക്ക് എനി ബ്രാൻഡ്സ് ഉണ്ടോ ഓർ എന്തെങ്കിലും ടിപ്പ്? നോർമലി നമ്മുടെ യൂഷ്വൽ കാജൽസ് പരക്കാതിരിക്കാൻ എന്തെങ്കിലും ടിപ്പ് ഉണ്ടോ? പടരാതിരിക്കാനായിട്ട് നമ്മൾ ഏറ്റവും ചെയ്യേണ്ടത് നമ്മുടെ കണ്ണിനടിയിൽ വലുതായിട്ട് വിയർപ്പ് ആക്കുന്നതിന് മുമ്പ്, ഇപ്പൊ പലരും കോമ്പാക്റ്റ് ഉള്ളൊരു ഏരിയയിൽ വലുതായിട്ട് പടരത്തില്ല നമ്മൾ കോമ്പാക്റ്റ് ആണെങ്കിൽ. അപ്പം കോമ്പാക്റ്റ് എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ വരയ്ക്കാണ് കണ്ണിന് വരയ്ക്കുന്നത്. അതൊരു PSCയുടെ ഒരു പ്രോഡക്റ്റ് വളരെ നല്ലതാണ്, PSCയുടെ ഒരു ഐലൈനർ. അപ്പൊ അതൊക്കെ ഇപ്പൊ പിന്നെ ട്രെൻഡി ആണ് സ്പ്രെഡ് ആക്കുന്നത്. ഇപ്പൊ നമ്മൾ വരച്ചതിന് ശേഷം ഞങ്ങൾ തന്നെ ഇപ്പം അത് ബ്ലെൻഡ് ചെയ്യാറുണ്ട്. ഇപ്പൊ ബ്ലെൻഡിങ് ചെയ്യുമ്പോൾ അത് വേറൊരു ഫീലാണ്, സ്പ്രെഡ് ചെയ്യുന്നത് മോശവുമാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരുപാട് പുതിയ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക്. സോ അവർക്ക് ഒരു എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് വികാസായിട്ട് കൊടുക്കാനുള്ള ഒരു സജഷൻ, അഡ്വൈസ് ഓർ ഉപദേശം എന്തായിരിക്കും? ഒത്തിരി പേര് വരണം. കാര്യം എന്ന് വെച്ചാൽ ഇനി ഒരുപാട് പേർക്ക് വേക്കൻസി നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. അതാണ് ഒരു എത്ര പേര് വന്നാലും തികയാത്ത അത്രയും വേക്കൻസി ഇവിടെ ഉണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. പിന്നെ വി ഷുഡ് ബി എ ഗുഡ് ലിസണർ. മിക്കവരും ലിസൺ ചെയ്യാൻ തയ്യാറാവത്തില്ല. നമ്മുടെ ക്ലയന്റ് എന്താണോ പറയുന്നത് അത് കംപ്ലീറ്റ്ലി കേട്ട് അവരെ സാറ്റിസ്ഫൈഡ് ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ നമ്മൾ പറയുന്ന നമ്മുടെ തീരുമാനങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിന് പകരം അവർ പറയുന്നത് ചിലപ്പോൾ ശരിയല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം അത് ബെറ്റർ അതായിരിക്കുന്നു. പക്ഷെ ചിലരുണ്ട് ഇല്ലില്ല എനിക്ക് പറ്റത്തില്ല. അപ്പൊ ഓരോ കുട്ടികളുടെ ഫേസിലും അവർക്ക് ഭയങ്കര വിഷമായിപ്പോ. അപ്പൊ നമ്മള് അതിന് പകരം നമ്മൾ അവരെ ഫുള്ളി കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു പക്ഷെ അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും. അപ്പം വി ഷുഡ് ബി എ ഗുഡ് ലിസണർ ആൻഡ് ദാറ്റ് വിൽ ബി ദ പാത്ത് ഫോർ ദ സക്സസ്. എന്തായാലും ഒരുപാട് സന്തോഷം വികാസേട്ടാ ഫാഷൻ അൺലോക്ക് എന്ന് പറയുന്ന സെഗ്മെന്റിൽ വന്ന് ഇത്രയും ഫാഷൻ മേക്കപ്പ് വിശേഷങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തതിന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഗൃഹലക്ഷ്മി.